ആരും ഇല്ലേ? അയ്യോ, ഓ വയ്യ. തന്നെ കിളവി വന്ന് എന്റെ ഉയിരെടുക്കാനായിട്ട്. നോക്കി നിൽക്കാതെ പിടിച്ച് കേട്ടതാകൊണ്ട് തന്നെ. അയ്യോ, ഇരിക്കാനൊന്നും വയ്യ. മൂത്തോരിക്കണേന്റെ മണ്ടയിലാണ് ആ കാലെടുത്ത് വെക്കണത്. ആ നല്ലതല്ല. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നമ്മ? സുഖമായിരുന്ന? അല്ലെങ്കിൽ നീ എന്നൊക്കെ സൂപ്പിക്കോടി. ഇങ്ങോട്ട് വാടാ കിഴങ്ങ. നിനക്കറിയാലോ, ആ തള്ള ഭയങ്കര മൂട്ടിപ്പാണ്. അവരിവിടുന്ന് പോണത് വരെ അവരെ മുകളിലൊരു കണ്ണ് വേണം, മനസ്സിലായ? ആരും ഇല്ലെന്ന് തോന്നുന്നു. അമ്മ, അവരെ തേങ്ങ മോട്ടിക്കണം. തന്നെ കള്ള കിളവി. രണ്ടും കൂടെ 2.5 കിലോ വേണം. നിങ്ങളിപ്പോ തേങ്ങ മോഷണം തുടങ്ങിയ? മോട്ടിക്കാനാ? എടി എന്നെ മോ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാണെന്നല്ല. അവന്റെ തെങ്ങ് നീ തേങ്ങയും പറിക്കും മാങ്ങയും പറിക്കും. നിനക്കെന്തരി? കൊച്ചുകൂരിപ്പോ എവിടെയെങ്കിലും നിക്കണ എന്തോ ഇല്ലെന്ന് തോന്നണു. ഇതിപ്പോ എവിടെ നിന്ന് എടുക്കും ഞാൻ? ഇവളാള് കൊള്ളാല്ല. എല്ലാം പതുക്കി അങ്ങ് വെച്ചേക്കാണ്. മോദേരി എല്ലാം ഞാൻ കൊണ്ടുപോണുണ്ടടി. ഞാൻ വരട്ടെ ഞാൻ. മരുമോളാണ് പോലും, മരുമോള്. അമ്മയ്ക്ക് വെച്ചേക്കാണ് അവള്. വേറെ വല്ല കൂടെ പറയുകൊണ്ട് പൊങ്കാലിക്കാണ്. മൂദേവിയത്തിന് എന്തൊരു പറയും. ഇത് നിന്റെ കെട്ടിയവന്റെ പെങ്ങടെ വീട്ടിലത്തേക്കാണ്. അവിടെ വിറകില്ലെന്ന്. അതിനെന്നാ? ഇത് നീ ഉണ്ടാക്കിട്ടൊന്നല്ലോ. എന്റെ മോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? മൂഷട്ട. അയ്യോ, ഓലമടലല്ലേ ഈ കിടക്കണത്. നോക്കിക്കാണ് ഒന്നും ആർക്കും കൊടുക്കാതെ അമ്മക്ക് ഇട്ടേക്കാണ് അവള്. ഇനി പ്ലാവിലും കൂടെ ഒന്ന് കേറണം. ഇവളെന്നെ തിന്നോ? നീ എന്നെ നോക്കി പേടിപ്പിക്കാതെ വേണ്ട. ഇത് അവന്റെ പെങ്ങക്കൂടെ അവകാശപ്പെട്ടേ. ഇത് നീ ഉണ്ടാക്കുന്നല്ലോ. എന്റെ ചെറുക്കൻ കഷ്ടപ്പെട്ട് എന്നാ മുത്തശ്ശി പോട്ടാ മക്കളെ. ഇതെന്തൊരു നമ്മളെ 1 മാസത്തെ തേങ്ങയും വിറവും അല്ലേ പോണത്. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ കിളവി വീടും കൂടെ പിഴുതോണ്ട് പോയേനെ. ഡേയ്, കിളവിയുടെ കാലിന് എന്തൊരു ഗുരു എന്ന് പറഞ്ഞത്?